എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മുട്ട ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുക. ഇനി ഈ മുട്ട ഒരു ഫോർക്ക് അല്ലെങ്കിൽ ഒരു എഗ്ഗ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഒത്തിരി നേരം അങ്ങ് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏലക്ക പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിലും ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഫോർക്ക് വെച്ചൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് എടുക്കാനുള്ള എഗ്ഗിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ് ഇതൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സിലേക്ക് പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കുക. അപ്പം എഗ്ഗ് മിക്സിൽ മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഒത്തിരി കുതിർന്ന് കഴിഞ്ഞാൽ. ഇനി നമ്മൾ ചൂടായിട്ടുള്ള തവയിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ടോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം ഇത് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തേന് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ച് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.